नित्यं हिदाहार विहारसेवी समीक्षकारी विषयेष्वसक्त दाता सम सत्यपर क्षमावानाप्तो बसेवी च भवत्यरोग മഴക്കാലത്ത് സാധാരണയായി ഉണ്ടാകുന്ന ഒരു രോഗമാണ് പനി അഥവാ ആയുർവേദത്തിൽ പറയുന്ന ജ്വരം. മനസ്സിനും ശരീരത്തിനും സന്താപമുണ്ടാക്കുന്ന ഒരു രോഗമാണ് ജ്വരം. ജ്വരത്തിൻ്റെ ഉൽപ്പത്തി കഥ പറയുന്നത് ദക്ഷയാഗം തകർത്ത ശിവൻ്റെ തൃക്കണ്ണിൽ നിന്നുണ്ടായ കോപം താപമായി ആവിർഭവിച്ചത് ആണെന്നാണ് ഉൽപ്പത്തി കഥ സൂചിപ്പിക്കുന്നത്. അഹിതമായ ആഹാരങ്ങൾ കൊണ്ട് ദഹനശക്തി വേണ്ടവിധം ഇല്ലാതെ ശരീരത്തിൽ ആമാവസ്ഥ സംജാതമാകുന്നു. വാതപിത്ത കഫങ്ങൾ സ്രോതോദുഷ്ടിയുണ്ടാക്കി ജഠരാഗ്നിമാന്ദ്യമുണ്ടാക്കി ശരീരമാസകലം താപത്തെ വ്യാപിപ്പിക്കുകയാണ് ജ്വരത്തിൽ ഉണ്ടാവുന്നത്. ശരീരത്തിലെ താപനില നിശ്ചിത അനുപാതത്തിൽ നിലനിർത്തുന്നത് മസ്തിഷ്കത്തിലെ താപനിയന്ത്രണ കേന്ദ്രമാണ്. ശ്വാസോച്ഛ്വാസം, ത്വക്കിൻ്റെ വിസർജ്യധർമ്മങ്ങൾ, മലമൂത്ര വിസർജന ധർമ്മങ്ങൾ എന്നിവയെല്ലാം തന്നെ താപനിയന്ത്രണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ ശരീരത്തിലാണ് ജ്വരം വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ, വർഷകാലം ശക്തി പ്രാപിക്കുന്ന ഈ കർക്കിടക മാസത്തിലാണ് കൂടുതൽ ജ്വരത്തിൻ്റെ ശക്തി കൂടുതലായി കണ്ടുവരുന്നത്. ചെറിയൊരു പനി, തൊണ്ടവേദന എന്നിവ വർദ്ധിച്ച് ഡെങ്കു ഫീവർ, ഇൻഫ്ലുവൻസ, ട്യൂബർക്കുലോസിസ്, ന്യൂമോണിയ, മംസ് എന്നിങ്ങനെ ജ്വരത്തിൻ്റെ വിവിധ അവസ്ഥകളിലേക്ക് മാറുന്നതും ഇക്കാലത്ത് തന്നെയാണ്. രോഗം പരത്തുന്നതാകട്ടെ എലി, കൊതുക്, ഈച്ച എന്നു തുടങ്ങിയുള്ള ജീവികളും പരിസ്ഥിതി മലിനീകരണം മൂലവുമാണ്. ഒരു ഋതു മാറി അടുത്ത ഋതു വരുന്ന സമയത്താണ് രോഗം പിടിപെടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. ഏതു നിമിഷവും ഒരു രോഗിയാവാനുള്ള ഇന്നത്തെ അന്തരീക്ഷത്തിൽ രോഗപ്രതിരോധ ശക്തിയുള്ള ശരീരത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. ഒരു പിടി തുളസിയില എന്നും രാവിലെ കഴിക്കുന്നത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നുവെന്ന് കണ്ടിട്ടുണ്ട്. ഉഷ്ണകാലത്ത് നാം കുടിക്കുന്ന വെള്ളം ചന്ദനം, പതിമുഖം, രാമച്ചം എന്നിങ്ങനെ ശീതവീര്യ ദ്രവ്യങ്ങളിട്ട് തിളപ്പിച്ച് കുടിക്കുന്ന വെള്ളം വർഷകാലമാകുമ്പോൾ ജീരകം, ചുക്ക് എന്നിങ്ങനെയുള്ള ദ്രവ്യങ്ങളിട്ട് തിളപ്പിച്ച വെള്ളമാക്കുന്നത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും ദഹനശക്തി വർദ്ധിപ്പിക്കാനും വളരെ നല്ലതാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികളെ ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ, ആയുർവേദ രീതി അനുസരിച്ചുള്ള ആഹാര രീതി, ദിനചര്യ, ഋതുചര്യ, ചികിത്സ എന്നിവയെക്കുറിച്ചെല്ലാം ബോധം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാലഘട്ടമാണിത്. പനിക്ക് ആയുർവേദത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന നിരവധി ഔഷധങ്ങളുണ്ട്. അവയിൽ പ്രധാനമുള്ളവ ഇന്ദുകാന്തം കഷായം, ദശമൂലകടിത്രയാദി കഷായം, അമൃതോത്തരം കഷായം, വെട്ടുമാറൻ ഗുളിക, സുദർശനാസവും, അമൃതാരിഷ്ടം, ചവികാസവും, ശീതജ്വരാരി ക്വാദം ടാബ്ലറ്റ്, ഗോരോജനാദി ഗുളിക, സുവർണമുക്താദി ഗുളിക എന്നിങ്ങനെ നിരവധി ഔഷധയോഗങ്ങൾ ആയുർവേദ ചികിത്സകന്മാർ പ്രയോജനപ്പെടുത്താറുണ്ട്. വളരെ ഫലവത്തായ ഔഷധങ്ങളാണ് മേൽപ്പറഞ്ഞവയെല്ലാം. നവജാത ശിശുക്കൾക്കുണ്ടാവുന്ന പനിക്കാകട്ടെ പനിക്കൂർക്കല നീര് തേനിൽ ചാലിച്ച് മുക്കാം കൊടുവാതി ഗുളിക ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആയുർവേദത്തിൽ ജ്വരത്തെ ഒരു പ്രധാന രോഗമായി കണ്ട് ശോധന, ശമന ചികിത്സകൾ പറയുന്നുണ്ട്. എല്ലാ രോഗങ്ങളുടെയും അനുബന്ധമായും ഈ ജ്വരം വരുന്നു എന്നുള്ളതുകൊണ്ട് ജ്വരത്തിൻ്റെ ചികിത്സാ തത്വം മറ്റു രോഗങ്ങളിലും നാം പ്രയോഗിക്കാറുമുണ്ട്. അണുസംക്രമണം തടയുന്നതിന് വേണ്ടി വേപ്പില, ഗുൽഗുലു, കൊട്ടം, അകിൽ, കുന്തുരുക്കം, കടുക് എന്നിവയെല്ലാം ഇട്ട് പുകയ്ക്കുന്നത്, ധൂപം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ധാരാളം ഔഷധദ്രവ്യങ്ങൾ, വേപ്പില, തുളസി, വെള്ളുള്ളി,
തൃകടു, ത്രിബല, മുത്തങ്ങ, പർപ്പടപ്പുല്ല്, ജ്വരശമനത്തിനായി നിരവധി ഔഷധദ്രവ്യങ്ങൾ ആയുർവേദ ചികിത്സകന്മാർ പ്രയോജനപ്പെടുത്താറുണ്ട്. എപ്പോഴും ഹിതമായും മിതമായും ലഘുവായുമുള്ള ആഹാരമാണ് കഴിക്കേണ്ടത്. അനവസരത്തിൽ ഭക്ഷിക്കുന്നതും അധികം ഭക്ഷിക്കുന്നതും ഭക്ഷിച്ച ഉടനെ വീണ്ടും ഭക്ഷിക്കുന്നതും ദഹനശക്തി കുറയുവാനും ജ്വരം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും കാരണമാവുന്നു. അധികം യാത്ര ചെയ്യുന്നതും ജ്വരം വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള കാരണമായി മാറുന്നുണ്ട്. നമ്മുടെ സ്വന്തം ശരീരം സംരക്ഷിക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മുടെ പരിസ്ഥിതിയും സംരക്ഷിച്ചാലേ ജ്വരമില്ലാത്ത ഒരു മഴക്കാലം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ദശമൂലത്തിലെ വൃക്ഷവിഭാഗത്തിൽപ്പെടുന്ന സസ്യമാണ് പൂപ്പാതിരി. സ്റ്റീരിയോസ്പെർമം കൊളൈസ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഈ വൃക്ഷം അറിയപ്പെടുന്നത്. പാതിരി എന്ന പേരിലും ഈ വൃക്ഷം അറിയപ്പെടുന്നുണ്ട്. ഉപയോഗത്തെ അടിസ്ഥാനപ്പെടുത്തി ആയുർവേദം ഇതിനെ വാത ഹൗര ഔഷധങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നു. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാനും ശരീരബലം നൽകാനും കഴിവുള്ള ഔഷധി, ത്രിദോഷങ്ങൾ കോപിച്ചുണ്ടാകുന്ന രോഗങ്ങൾ, അരുചി, ചുമ, ശ്വാസമുട്ട്, പനി, എക്കിൾ, ഛർദി, അർശസ്, ദാഹം, അതിസാരം എന്നിവ ശമിപ്പിക്കുന്നു. പൂക്കളും കായും ഔഷധയോഗ്യമാണെങ്കിലും വേരാണ് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത്. പാതിരി വേര് തനിച്ചോ ദശമൂലത്തിലെ മറ്റു വേരുകളോടോ കൂടിയോ കഷായം വെച്ച് കഴിച്ചാൽ വാദവികാരങ്ങൾ ശമിക്കും. ഇളം ചുവപ്പ് നിറത്തിലോ തവിട്ടു നിറത്തിലോ ആണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം പഠാല എന്ന സംസ്കൃത നാമമാണ് ഇതിന് കൈവന്നിട്ടിരിക്കുന്നത്. വിത്ത് മുഖേനയാണ് ഈ വൃക്ഷത്തിൻ്റെ പ്രജനനം. നേരിയ ചിറകുള്ളതുകൊണ്ട് പറന്നു പോകുന്ന സ്വഭാവമുള്ളതാണ് ഇതിൻ്റെ വിത്തുകൾ. ഇവ പറന്നു പോകുന്നതിന് മുമ്പായി വിളഞ്ഞ കായകൾ പറിച്ചെടുത്ത് പൊട്ടിച്ച് വിത്തുകൾ ഉണക്കി സൂക്ഷിച്ചു വയ്ക്കാം. ആധുനിക ശാസ്ത്രം പൂപ്പാതിരിയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലാപ്പോക്കോൾ എന്ന ഒരു ആൻറ്റി ട്യൂമർ ഘടകം ഇതിൻ്റെ വേരിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. കേരളത്തിൽ ദൗർലഭ്യം അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ വൃക്ഷം സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്.